സ്തോത്രം. അതുപോലെ തന്നെ സ്നാനപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം ഞാൻ ദൈവത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവമേ, ഞാൻ എന്തിനു സ്നാനപ്പെടണം? ഞാൻ ശിശുവായിരുന്നപ്പോൾ സ്നാനപ്പെട്ടതാ, ഒരിക്കൽ ഞാൻ സ്നാനപ്പെട്ടതാ, വീണ്ടും വീണ്ടും സ്നാനപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഞാൻ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഹൃദയത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, എനിക്ക് അന്ന് മുതൽ ഞാൻ ബൈബിൾ എപ്പോൾ എടുത്താലും എനിക്ക് അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം കിട്ടത്തുള്ളൂ. അപ്പൊ അതിൻ്റെ അകത്ത് എന്താ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പൗലോസ് സഹോദരന്മാരോട് ചോദിക്കുക, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? അപ്പൊ അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങളുടെ സ്നാനം ഏതാ? അപ്പൊ യോഹന്നാന്റെ സ്നാനമായിരുന്നു. അപ്പോൾ അല്ല, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം. അപ്പൊ ഈ വചനം എനിക്ക് വീണ്ടും 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 കിട്ടിയപ്പം, കുറെ കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ആദ്യം ഒന്നും മനസ്സിലായില്ല, നമ്മുടെ ആ ബുദ്ധി അത്രേ ഉള്ളൂ. കുറെ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ 2 സ്നാനം ഒരു വ്യക്തിക്ക് തന്നെ ഏൽക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അങ്ങനെ സ്നാനപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ റിയാദിലൊരു പാസ്റ്ററെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. ആ പാസ്റ്ററെ പരിചയപ്പെട്ടത് ഒരു വ്യക്തിയോട് ഞാൻ സുവിശേഷം പറഞ്ഞു, മദ്യപാനിയായിരുന്നു. ആ വ്യക്തിയോട് സുവിശേഷം പറഞ്ഞ ആ വ്യക്തിക്ക് ഒരു ബൈബിൾ കൊടുക്കാൻ വേണ്ടി ഒരു പാസ്റ്ററെ ഞാൻ പരിചയപ്പെട്ടതാണ്. അങ്ങനെ ആ പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്, പാസ്റ്റർ അതിന് വേണ്ടുന്ന വ്യവസ്ഥ ചെയ്തു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, അങ്ങനെ ഉടനെ പറ്റത്തില്ല, അതിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ട്, അതൊക്കെ പഠിച്ചിട്ട് ആരും നിർബന്ധിച്ചൊന്നും അല്ല ചെയ്യേണ്ടത്, നമ്മൾ ശരി എല്ലാം ഓക്കെ. അങ്ങനെ പഠിച്ചു. അങ്ങനെ എൻ്റെ സ്നാനത്തിൻ്റെ ഡേറ്റ് വന്നത് എൻ്റെ 35ാമത്തെ ജനിച്ച ദിവസത്തിൻ്റെ അന്ന് തന്നെ, അതായത് 2021 ഏപ്രിൽ 16 എൻ്റെ ജനിച്ച ദിവസമാണ്. അന്ന് തന്നെ ഞാൻ സ്നാനപ്പെട്ടത്. നമ്മൾ കരുതിക്കുറ്റൊന്നും ചെയ്തതല്ല, അങ്ങനെ ആയിപ്പോയതാണ്. അങ്ങനെ ഞാൻ സ്നാനപ്പെടാൻ വേണ്ടി ചെന്നു. ഞാൻ ഏകദേശം 550 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം ഈ റിയാദ് വരെ പോകാൻ. അപ്പം ഞാൻ കമ്പനിയുടെ വണ്ടി എടുത്ത് ഞാൻ തന്നെത്താൻ ഓടിച്ചാ പോകുന്നത്. അപ്പൊ ഈ പോകുന്ന വഴിക്ക് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ, എൻ്റെ പാപങ്ങൾ അങ്ങ് ക്ഷമിച്ചുവെങ്കിൽ എനിക്ക് അങ്ങൊരു അടയാളം തരണം, എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചുവെങ്കിൽ. കാരണം എനിക്കറിയാം ഞാൻ എത്രത്തോളം പാപം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സ്തോത്രം. അപ്പൊ ഞാൻ ദൈവത്തോട് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിച്ചു പോകുന്നത്. അപ്പൊ എൻ്റെ ചെവിയുടെ ഡയഫ്രത്തിന് വളരെ ചെറിയ സമയം മുതൽ കിഴുത്തയുണ്ട്. ഞാൻ പരുമലയില്ല ഞങ്ങളുടെ വീട്, ചുറ്റുപാടും ആറാ, പക്ഷെ എനിക്ക് നീന്താൻ അറിയത്തില്ല. കാരണം ചെവിക്കകത്ത് ഒരു തുള്ളി വെള്ളം വീഴാൻ പറ്റത്തില്ല. ചെവി പൊട്ടിപ്പോകുന്ന പോലുള്ള വേദനയാണ്. ബുമ്മെന്നും പറഞ്ഞാണ് കേൾക്കുന്നത്. ചെവി അങ്ങ് അടഞ്ഞു പോകും. പിന്നെ ഒരു 2-3 മാസം നമുക്ക് ചെവിക്കകത്ത് ക്ലിയർ ആയിട്ട് കേൾക്കത്തില്ല, പഴുപ്പെടുത്തോണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ സ്നാനപ്പെടാൻ വേണ്ടി പോയി. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ ചെവിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ പഞ്ഞിയെല്ലാം കരുതി വെച്ചായിരുന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ദൈവം ധൈര്യം തന്നു. നീ സർവശക്തനായ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നു, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ പഞ്ഞിയൊന്നും വേണ്ട, ഞാൻ ദൈവത്തിന്റെ കൽപ്പനയല്ല, ഞാനങ്ങ് ഇറങ്ങുവാന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്, അത് മറ്റേ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ അമ്മയ്ക്ക് അത് കൂടുതലായിട്ട് മനസ്സിലായേനെ, പക്ഷെ എനിക്കും അത് മനസ്സിലാകും. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് പൂർണ്ണമായിട്ട് ആ വെള്ളത്തിൽ മുങ്ങി എൻ്റെ ചെവിക്കകത്ത് മുഴുവനായിട്ട് വെള്ളം കയറി, ഒരു കുഴപ്പമില്ല, ചെവി ദൈവം സൗഖ്യമാക്കി. അങ്ങനെ അടയാളത്തോടെ സർവശക്തനായ ദൈവം എന്നോട് ആ സ്നാനത്തിൽ ഇടപെട്ടു. എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു എന്ന് ദൈവം എനിക്ക് ബോധ്യം നൽകി. അങ്ങനെ ദൈവം കരം പിടിച്ച് നടത്തി. ശേഷം ഞാൻ സൗദിയിൽ ജോലിയിലായിരുന്ന സമയത്ത് ഞാൻ രാത്രിയിലൊക്കെ ഇറങ്ങുമ്പോൾ 35 വയസ്സ് ഒക്കെ ആയല്ലോ. അപ്പൊ ഇങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നു. ഇപ്പൊ ഞങ്ങളുടെ വീട്ടുകാരൊക്കെ ഒത്തിരി കളിയാക്കുന്നുണ്ട്, നീ എന്തവാകും, നിന്റെ ഭാവി എന്തവാകും, ഇത്രയും നാൾ നിനക്ക് ജോലി ഇല്ലായിരുന്നു, ഇപ്പൊ ഒരു ജോലി കിട്ടിയപ്പോൾ നീ ബന്ധുക്കോസെന്നും പറഞ്ഞു പോയി, എന്തവാകും നിന്റെ ഭാവി എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ 2 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കട്ടിലേക്ക് കിടന്നുകൊണ്ട്, തൊട്ടപ്പുറത്ത് 2 പേരുള്ള റൂമാണ്, തൊട്ടപ്പുറത്ത് ഒരു മുസ്ലിം സഹോദരനാണ്. അപ്പൊ ഇദ്ദേഹം കേൾക്കാതെ ഞാൻ ആ കട്ടിലേക്ക് കിടന്ന് കാര്യം, ദൈവമേ എൻ്റെ ഭാവി എന്താകും കർത്താവേ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ച് കരഞ്ഞപ്പോൾ എന്നോട് എൻ്റെ മനസ്സിൽ വന്നു, എഴുന്നേറ്റ് ബൈബിൾ എടുത്ത് വായിക്കാൻ. അപ്പൊ ഞാൻ ബൈബിൾ എടുത്തു. ഇതുപോലെ 2 മണി സമയമാണ്, ലൈറ്റും ഇല്ല, വെട്ടവും ഇല്ല, ഒന്നുമില്ല. ഞാൻ ബൈബിൾ എടുത്തു. ആ ബൈബിൾ എടുത്തിട്ട് വായിക്കുക. അപ്പൊ എനിക്ക് കിട്ടിയ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിന്റെ 21-ാം വാക്യമാണ്. ഞാൻ ചോദിച്ചത്, ദൈവം എനിക്കൊരു വിവാഹമുണ്ടോ, കുടുംബജീവിതമുണ്ടോ എന്നാ ചോദിച്ചത്. എന്നാൽ ദൈവം എന്നോട് വചനത്തിലൂടെ സംസാരിച്ചത്, അതായത് ഞാൻ മൊബൈല് ഇങ്ങനെ വെച്ചിട്ട് ഈ വെട്ടത്തിലാണ് ബൈബിൾ വായിക്കുന്നത് രാത്രി 2 മണിക്ക്. അപ്പൊ ആ വചനം ഇതാണ്: നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പൊ ഞാൻ ചോദിച്ചത്, എനിക്കൊരു വിവാഹം ഉണ്ടോന്നാ ദൈവത്തോട് ചോദിച്ചത്. എന്നാൽ ദൈവം എൻ്റെ തലമുറയെക്കുറിച്ചും തലമുറയെക്കുറിച്ചും ആ ദൈവം എന്നോട് സംസാരിച്ചത്. അപ്പൊ അങ്ങനെ വിവാഹം കഴിപ്പാനിടയായി.
ശേഷം ഞാൻ വിവാഹം കഴിഞ്ഞ ഏകദേശം 9 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ സൗദിയിൽ നിന്ന് ബോംബെയിലേക്ക് കടന്നു വരുവാനിടയായി. കടന്നു വന്നതും ഇതുപോലെ തന്നെയാണ്. ഞാൻ നാട്ടിൽ ബോംബെയിലേക്ക് കടന്നു പോകണമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ എന്നോട് സൗദിയിലെ സഭയിലെ പാസ്റ്റർ ചോദിച്ചു, ദൈവത്തോട് ആലോചന ചോദിച്ചോ? ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് അത്രയൊന്നും അറിയത്തില്ല, അന്ന് ആലോചന ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സഭയിൽ ഒരു ഉപവാസമായിരുന്നു. ആ ഉപവാസത്തിൽ ഞാൻ ചെന്നിരുന്നപ്പോൾ നാട്ടിൽ നിന്ന് വന്നൊരു ദൈവദാസൻ വചനമെടുത്തു ശുശ്രൂഷിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഓടി എൻ്റെ അടുത്തിട്ട് ഒന്ന് തോളത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഈ ദേശത്തു നിന്ന് പറിക്കുകയാണ്, മറ്റൊരു ദേശത്തേക്ക് അയക്കുകയാണ്, ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ തന്നെ അയക്കുന്നേ, ഒന്നും സംശയിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബോംബെയുടെ ദേശത്തേക്ക് കടന്നു വരുവാനിടയായി. എൻ്റെ വൈഫിന് PCOD ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു തലമുറ ലഭിക്കത്തില്ല എന്ന് എല്ലാവരും പറഞ്ഞു. പ്രത്യേകിച്ചൊരു നാട്ടിലാണെങ്കിൽ ഒരു ഇങ്ങനെ പ്രവചനമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കാതെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആന്റി, ഒന്നുകിൽ ദൈവത്തിന് മഹത്വം അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന് മഹത്വം, ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ശരി, നിന്റെ ഇഷ്ടം പോലെ ആയിക്കൊള്ളാൻ പറഞ്ഞു. എന്നാൽ ഒരു ട്രീറ്റ്മെന്റും എടുക്കാതെ ദൈവം ഞങ്ങൾക്ക് തലമുറ നൽകി. സ്തോത്രം. അതും ദൈവത്തിന്റെ ഒരു കരുണ തന്നെയാണ്. സ്തോത്രം. അങ്ങനെയൊക്കെ ദൈവം ഇടപെടുവാനിടയായി. അനവധി വചനത്തിലൂടെ എന്നോട് കൂടുതലും സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ദൈവം വചനങ്ങളെ നൽകിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ ആഴ്ച സാക്ഷ്യം പറയണം. ബന്ധുക്കോസിൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ഓർത്തഡോക്സിലൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അപ്പം സംഭവിച്ച എന്താണ്, അപ്പം ഞാൻ പാസ്റ്റർ ചോദിച്ചു, പാസ്റ്റർ എല്ലാ ആഴ്ച എന്താ ഈ സാക്ഷ്യം പറയുന്നത്? അത് പറഞ്ഞു, എന്നാൽ ഇവൻ അല്പമായിട്ടൊക്കെ വചനം സംസാരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് വചനം സംസാരിക്കാൻ, എനിക്ക് അത്രയും വചനം സംസാരിക്കാൻ ആ സമയത്ത് ഒട്ടും അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ അവിടെ നിന്നാൽ പിന്നെ ആളുടെ പ്രസംഗം കേട്ടിട്ട് അതുപോലൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് അതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. അപ്പം എന്തെങ്കിലും സംസാരിക്കണമല്ലോ. അങ്ങനെ ഞാൻ എല്ലാം എഴുതിയാക്കി വെച്ചിട്ട് ഞാൻ പോയിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ബൈബിൾ തുറന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈവച്ചു. അപ്പൊ അങ്ങനെ വായിച്ചപ്പോൾ എനിക്കൊരു വചനം കിട്ടി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 30-ാം വാക്യം. ഒരുത്തനോടൊരുത്തൻ എന്റെ വചനങ്ങളെ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു. സ്തോത്രം. ഇങ്ങനെ ഒരു വചനം കിട്ടിയപ്പോൾ ഞാൻ ദൈവമേ, അപ്പം എന്നോട് എന്റെ മനസ്സിൽ ഒന്ന് 28 വായിച്ച് 28. അപ്പൊ പറയുകയാണ്, സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ, എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവില്ല, ഞാൻ ഒന്നും പറയുന്നില്ല, അറിയാത്തതൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ദൈവം ഇതുവരെ നടത്തി. ഇന്നുവരെ അറിയിച്ചാനറിയാം. ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം വിളിച്ചു പറയും, പരസ്പരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അദ്ദേഹം എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. സ്തോത്രം. ഇതൊക്കെയാണ് എൻ്റെ ചെറിയൊരു സാക്ഷ്യം. അങ്ങനെ നാട്ടിലെ വീട്ടിൽ വെച്ചൊരു ചെറിയ കൺവെൻഷനൊക്കെ കഴിഞ്ഞ വർഷം നടത്താനിടയായി. ദൈവം അതിനും സഹായിച്ചു. ഒരു ദിവസത്തെ ഒരു കൺവെൻഷൻ. ബാക്കി ഇപ്പം ബോംബെയുടെ പ്രദേശത്തായിരിക്കുന്നു. അത് ദൈവത്തെ അറിഞ്ഞ സമയത്തെ പോലെ തന്നെ ഏകദേശം ഇപ്പം 3 വർഷമായിട്ട് വീണ്ടും ജോലിയില്ലാത്തൊരു സമയമാണ്. എന്താണ് ദൈവം സംസാരിക്കുന്നതെന്ന്, ദൈവം ആഗ്രഹിക്കുന്നതെന്ന് അറിയാനും ഒക്കെ ആഗ്രഹമുണ്ട്. ദൈവം അതൊക്കെ മനസ്സിലാക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം.